എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഡേ 1 ഒരു ഹാഫ് ഡേ റിവ്യൂ ആണ്. ഡേ 1 എന്നുള്ള നിലയ്ക്ക് അത്യാവശ്യം കണ്ടന്റൊക്കെയുള്ള തരക്കേടില്ലാത്തൊരു ദിവസം തന്നെയായിരുന്നു. ആദ്യത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുത്തു, പലതരം സ്ട്രാറ്റജീസ് ഓരോരുത്തർ ഇറക്കി തുടങ്ങി. അങ്ങനെ മൊത്തത്തിൽ അത്യാവശ്യം തരക്കേടില്ലാത്തൊരു ദിവസം. സാധാരണ 8 മണിക്കാണല്ലോ ബിഗ് ബോസ് പാട്ടൊക്കെ ഇട്ട് ഒരു ദിവസം തുടങ്ങുക. അപ്പോൾ 8 മണി മുതൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. 8 കഴിഞ്ഞു, 9 കഴിഞ്ഞു, 10 കഴിഞ്ഞു. ഇന്ന് 11 മണിക്കാണ് പുള്ളിക്കാരൻ പാട്ടിട്ടത്. 11 മണി വരെ അവിടെ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതാദ്യം പറയാം. കുറച്ചുപേര് വട്ടം കൂടിയിരുന്ന് ബിഗ് ബോസിൻ്റെ റൂൾ ബുക്ക് വായിക്കുകയാണ്. അതായത് അക്ബർ, രഞ്ജിത്ത്, ശാരിക, ആര്യൻ, രേണു, ശൈത്യ, അങ്ങനെ കുറച്ച് ആൾക്കാർ കൂടി ഇരുന്ന് റൂൾ ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവർ മാറി മാറിയാണ് ഓരോ നിയമങ്ങളും വായിക്കുന്നത്. അപ്പോൾ ഇവർ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ അടുത്തേക്ക് അനീഷ് വരുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ആര്യൻ വന്നിട്ട് ഞാൻ കുറച്ച് വായിക്കാൻ ട്രൈ ചെയ്യട്ടെ, ഞാൻ ചെറിയ ചെറിയ സെൻറ്റൻസ് ഒക്കെ ഒന്ന് വായിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ മലയാളം അത്ര ഫ്ലുവൻ്റ് ആയിട്ട് സ്പീഡിൽ വായിക്കാൻ അറിയില്ല എന്നുള്ളത് ആര്യൻ പറയുന്നു. അപ്പോൾ അനീഷ് തൊട്ടടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ അനീഷ് കണ്ടന്റ് കിട്ടി എന്നുള്ള നിലയ്ക്ക് ഇത് മലയാളം ബിഗ് ബോസ് ആണ്, ഇവിടെ മലയാളം എഴുതാനും വായിക്കാനും അറിയാവുന്നവർ മാത്രമേ വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞ് അനീഷ് അതങ്ങ് ഏറ്റെടുത്തു. അനീഷിനെതിരെ മറ്റുള്ളവരും. അങ്ങനെ ഒച്ചയായി ബഹളായി. ആകെ കേൾക്കാനുള്ളത് മലയാളം എഴുതാനും വായിക്കാനും അറിയണം, മലയാളം എഴുതാനും വായിക്കാനും അറിയണം എന്നിങ്ങനെ അനീഷ് റിപ്പീറ്റഡായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മാത്രമാണ്. അങ്ങനെ പറഞ്ഞ് അവസാനം അനീഷ് ഇവരോടൊക്കെ പിണങ്ങി. ഇനി ഞാൻ ഇവിടെ ആരോടും ഒന്നും മിണ്ടുന്നില്ല എന്നുള്ളൊരവസ്ഥയിൽ പുള്ളി അങ്ങ് മിണ്ടാതെ നടക്കാൻ തുടങ്ങി. അനീഷിൻ്റെ പിന്നാലെ റെനയും നടക്കാൻ തുടങ്ങി. റെന ഇങ്ങനെ വാതോരാതെ അനീഷിനോട് സംസാരിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ചേട്ടൻ എപ്പോഴും ഇങ്ങനെയാണോ? പെട്ടെന്ന് ഇമോഷണൽ ആവുമോ? ഇനി ഇവിടെ ആരോടും മിണ്ടൂലേ? ബിഗ് ബോസിൽ ഇങ്ങനെ മിണ്ടാതെ നിൽക്കാൻ പറ്റൂല. ഇനി സംസാരിക്കുമ്പോൾ വയസ്സായിട്ട് സംസാരിക്കണം, കാര്യമുള്ള കാര്യത്തിന് മാത്രം സംസാരിക്കണം എന്ന് പറഞ്ഞിട്ട് റെന വിടാതെ അനീഷിൻ്റെ പിന്നാലെ കൂടിയിരിക്കുകയാണ്. അനീഷ് എന്ത് ചെയ്തിട്ടും ആരോടും മിണ്ടുന്നില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉണ്ട് ആര്യം വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് സോറി പറയുന്നു. ചേട്ടാ, എനിക്ക് സ്പീഡിൽ വായിക്കാൻ അറിയാൻ പാടില്ലെന്നേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ, കുറേശ്ശെ പതിയെ എനിക്ക് വായിക്കാൻ പറ്റും, സോറി, ഇനി ഞാൻ മലയാളം വായിക്കില്ല എന്നുള്ളത് ആര്യൻ വന്നിട്ട് പറയുന്നു. അപ്പോഴും റെന വിടുന്നില്ല. ചേട്ടൻ്റെ ഇത് ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയാണോ? അങ്ങനെയാണെങ്കിൽ ദ സ്ട്രോങ്ങസ്റ്റ് കോമണർ എവർ എന്ന് പുറത്തുള്ളവർ ചേട്ടനൊരു ടൈറ്റിൽ തരുമെന്നൊക്കെ പറഞ്ഞിട്ട് റെന ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവസാനം അനീഷ് പോയിട്ട് പുറത്ത് അവിടെ ഇരിക്കുന്നു. അപ്പോൾ അക്ബർ വന്നിട്ട് അനീഷിൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. നിങ്ങളെക്കാട്ടിലും പ്രിവിലേജ് ഒന്നും ഞങ്ങൾക്കില്ല, ഇവിടെ എല്ലാവരും ഒരേപോലെയാണ്. പിന്നെ ബിഗ് ബോസ് അത്രയും മണ്ടത്തരം ചെയ്യില്ലല്ലോ, എല്ലാവരെയും ഇൻ്റർവ്യൂ ചെയ്തിട്ടല്ലേ എടുക്കുന്നതെന്നൊക്കെ അക്ബർ അനീഷിൻ്റെ അടുത്ത് പറയുന്നുണ്ട്. എന്തൊക്കെ പറഞ്ഞാലും അനീഷിന് ഒരു കുലുക്കമില്ല, ആരോടും മിണ്ടുന്നില്ല, ഒന്നിനും മറുപടിയും പറയുന്നില്ല. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കാണ് മോർണിംഗ് സോങ് വരുന്നത്. അപ്പോൾ പിന്നെ ആ മൂടൊക്കെ മാറി എല്ലാവരും പോയിട്ട് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പാട്ടൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബിഗ് ബോസ് എല്ലാവരെയും ലിവിങ് റൂമിലേക്ക് വിളിപ്പിക്കുന്നു. എന്നിട്ട് ബിഗ് ബോസ് ഇവരോട് ചോദിക്കുന്നു, നിങ്ങളൊക്കെ എപ്പോഴാണ് ഈ വീട്ടിലേക്ക് കയറിയത്? ഇത്രയും കുറച്ച് സമയമല്ലേ ആയിട്ടുള്ളൂ, ഈ കുറച്ച് സമയത്തിനുള്ളിൽ നിങ്ങളൊരു റൂള് ബ്രേക്ക് ചെയ്തിരിക്കുന്നു. എല്ലാവരും ഇങ്ങനെ പരസ്പരം നോക്കുകയാണ്, ഏത് നിയമമാണ് ലംഘിച്ചതെന്നുള്ളത് ഇവർക്ക് മനസ്സിലാവണില്ല. അപ്പം ഇന്നലെ രാത്രിയിൽ ഈ ബാൻഡിന് വേണ്ടിയിട്ടുള്ള പിടിച്ചു പറിക്കാനായിട്ടുള്ള അക്രമം നടത്തിയതാണോ എന്നുള്ളതായിരുന്നു എല്ലാവരും സംശയത്തോടെ ഇങ്ങനെ നോക്കിയിരുന്നത്. പക്ഷെ അതല്ല. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു, അതൊക്കെ ഞാൻ കണ്ടല്ലോ, അതൊക്കെ ടാസ്കിൻ്റെ ഭാഗമല്ലേ. പക്ഷെ അതൊന്നുമല്ല, നിങ്ങൾ അനുവാദമില്ലാതെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിച്ചു എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത നിയമലംഘനം. ബിഗ് ബോസ് ആണെങ്കിൽ ഇവർക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവർ കൊണ്ടുവന്നിട്ടുള്ള ഇവരുടെ മേക്കപ്പ് സാധനങ്ങളും അത്യാവശ്യം ഉപയോഗിക്കേണ്ട സാധനങ്ങളൊക്കെ പിടിച്ചു വച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു? അവിടെ ഇരിക്കുന്ന സാധനങ്ങൾ ഫ്രീ ആയിട്ട് പോയി ഉപയോഗിക്കുകയാണ്. അപ്പോൾ അത് നിയമലംഘനമാണ്, അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ബിഗ് ബോസ് പറയുന്നു. എന്നിട്ട് ബിഗ് ബോസ് ചോദിക്കുന്നു, ഇന്നലെ നടന്ന നിയമലംഘനത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശൈത്യ എഴുന്നേൽക്കുകയാണ്. ശൈത്യ എഴുന്നേറ്റിട്ട് പറഞ്ഞു, ഇത് ഇന്നലെ ഉപയോഗിക്കാൻ പോയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഇത് എടുക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞിരുന്നു എന്ന്. അപ്പോൾ അനീഷ് വേഗം എഴുന്നേറ്റിട്ട് ചോദിച്ചു, അപ്പോൾ ശൈത്യ അത് ഉപയോഗിച്ചില്ലേ? അപ്പോൾ ശൈത്യ ഇത് ഉപയോഗിച്ചു, അപ്പോൾ പിന്നെ നിങ്ങളത് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പം നിങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തു, എന്നിട്ട് മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന തരത്തിലല്ലേ അത് പറയുന്നത്, അപ്പം അങ്ങനെ പറയാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ബാക്കിയുള്ളവരും അതൊക്കെ ഏറ്റുപിടിച്ചു. അങ്ങനെ ശൈത്യ അവിടെ ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ശാരിക എഴുന്നേറ്റിട്ട് പറയുന്നു, അങ്ങനെ എടുക്കാൻ പാടില്ല എന്നുള്ളത് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു, സോറി, ഇനി അത് ആവർത്തിക്കും. പിന്നീട് ബിഗ് ബോസ് ഇവരോട് ചോദിക്കുന്നു, ഇപ്പോൾ റേസ് സ്റ്റാർ ബാൻഡ് കയ്യിലുള്ളവർ ആരൊക്കെയാണ്? അവർ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അപ്പോൾ ഇന്നലെ ഷാനവാസിൻ്റെയും ബിന്നിൻ്റെയും കയ്യിലുണ്ടായിരുന്ന ബാൻഡ് ഇപ്പോൾ ഉള്ളത് ജസിലിൻ്റെയും നൂറേൻ്റെയും കയ്യിലാണ്. അങ്ങനെ നിലവിലിപ്പോൾ ആര്യൻ, നൂറ, ജസിൽ ഇവരുടെ 3 പേരുടെയും കയ്യിലാണ് റേസിംഗ് സ്റ്റാർ ഉള്ളത്. അങ്ങനെ അവർ 3 പേരും എഴുന്നേറ്റ് നിൽക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് പറയുന്നു, ബാൻഡ് കയ്യിലുള്ളവർക്ക് മാത്രമേ അവർ കൊണ്ടുവന്നിട്ടുള്ള എല്ലാ സാധനങ്ങളും മുഴുവനായിട്ടും കൊടുക്കാൻ പറ്റുള്ളൂ എന്നുള്ളത്. അപ്പോൾ അഭിലാഷിനൊരു സംശയം,
മുൻപ് ബാൻഡ് കയ്യിലുണ്ടായിരുന്നവരുടെ ഇപ്പം നഷ്ടപ്പെട്ട അവരുടെ സാധനങ്ങൾ തിരിച്ചെടുക്കുമെന്നുള്ളത്. ആക്ച്വലി ഇത് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു, ബാൻഡ് നഷ്ടപ്പെട്ടാൽ ഈ കിട്ടിയവർക്ക് പകരം നിങ്ങളുടെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുവന്ന് വെക്കേണ്ടി വരും എന്നുള്ളത്. ഇങ്ങനെ ബിഗ് ബോസ് തന്നെ പറയുന്നു ഷാനവാസിൻ്റെയും ബിന്നിൻ്റെയും കിട്ടിയ സാധനങ്ങൾ മുഴുവനും തിരിച്ച് സ്റ്റോർ റൂമിൽ വെക്കാൻ. അപ്പോൾ ഇവർ സ്റ്റോർ റൂമിലേക്ക് വെക്കാനായിട്ട് പാക്ക് ചെയ്യാനായിട്ടൊക്കെ പോകുമ്പോൾ ബിഗ് ബോസ് വീണ്ടും തിരിച്ച് വിളിച്ചിട്ട് ലിവിങ് റൂമിലിരുത്തുന്നു. പാക്കിംഗ് ഒക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം, ഇപ്പം നിങ്ങൾ നിങ്ങളുടെ ആദ്യത്തെ ക്യാപ്റ്റനെ തിരഞ്ഞെടുക്കാനുള്ള ടാസ്ക് ചെയ്യാൻ പറയുന്നു. അങ്ങനെ ആരാണ് മലയാളത്തിൽ എഴുതിയിട്ടുള്ള ടാസ്ക് ലെറ്റർ വായിക്കാൻ ആദ്യം വരുന്നത് ആരാണ് എന്ന് ചോദിക്കുന്നു. അപ്പം നിങ്ങൾ തീരുമാനിക്കാൻ പറയുന്നു. അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും കൂടെ ശരത്തിനെ തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ അനീഷിന് അതിന് വിയോജിപ്പുണ്ട്. അപ്പോൾ ശരത്ത് പോകാൻ പോയപ്പോഴത്തേക്കിനും അനീഷ് അതിനെതിരെ നിന്നു. അങ്ങനെ എല്ലാവരും കൂടി അങ്ങനെ തീരുമാനിക്കാൻ പറ്റില്ല, ഒരാൾക്ക് മാത്രം അങ്ങനെ പോകാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷ് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ ഭൂരിപക്ഷം നോക്കിയപ്പോൾ ശരത്തിനായതുകൊണ്ട് അങ്ങനെ ശരത്ത് ആദ്യത്തെ ടാസ്ക് ലെറ്റർ വായിക്കാനായിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോയി. ആദ്യത്തെ ടാസ്ക് ഇതാണ്: ഷേവിംഗ് ഫോമും പേപ്പർ പ്ലേറ്റും. ക്യാപ്റ്റൻ ആകാൻ ഒട്ടും യോഗ്യതയില്ലെന്ന് തോന്നുന്നവരുടെ മുഖത്ത് ഷേവിംഗ് ക്രീം, ഷേവിംഗ് ഫോം ഈ പേപ്പർ പ്ലേറ്റിലാക്കിയിട്ട് അവരുടെ മുഖത്ത് പുരട്ടുക എന്നുള്ളതാണ് ടാസ്ക്. എന്തുകൊണ്ട് അവർക്ക് യോഗ്യത ഇല്ല എന്നുള്ളതും ബോധ്യപ്പെടുത്തണം. ആദ്യം വരുന്നത് അനീഷാണ്. അനീഷ് വന്നിട്ട് ശാരികയുടെ മുഖത്താണ് ഷേവിംഗ് ഫോം തേക്കുന്നത്. അതിന് റീസൺ പറയുന്നത്, ഇന്നലെ ഞാനും ശാരികയും തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ശാരിക എന്താ ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ ഹോട്ട് സീറ്റിലിരുത്തി ഓരോരുത്തരെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ് എന്നുള്ളത് പറഞ്ഞു. എന്നിട്ട് ശാരിക പറഞ്ഞു, ഈ ഇൻ്റർവ്യൂവിന് വരുന്നയാളും ശാരികയും തമ്മിൽ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടാണ് ഈ ഹോട്ട് സീറ്റിലിരുത്തിയിട്ടുള്ള ഇൻ്റർവ്യൂ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നത് മലയാളികളെ പറ്റിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അങ്ങനെ ചെയ്യാൻ പാടില്ല, മലയാളികൾക്ക് വിവരമില്ല എന്ന് ഇനി ശാരിക വിചാരിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് ശാരികയുടെ മുഖത്ത് ഈ ക്രീം ഷേവിംഗ് ഫോം തേക്കുന്നത്. രണ്ടാമതായിട്ട് അഭിലാഷ് വരുന്നു. അഭിലാഷ് അക്ബറിൻ്റെ മുഖത്താണ് തേക്കുന്നത്. നമ്മൾ തമ്മിലിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയുന്നത് കേൾക്കാൻ അക്ബർ തയ്യാറാവുന്നില്ല. അങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്നുള്ളതുകൊണ്ട് അഭിലാഷ് അക്ബറിൻ്റെ മുഖത്ത് തേക്കുന്നു. ഇത് നെവിനാണ്. നെവിൻ വന്നിട്ട് അനീഷിൻ്റെ മുഖത്താണ് തേക്കുന്നത്. അപ്പം നെവിൻ പറയുന്നത്, ശാരികയും അനീഷും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാനും അവിടെ ഉണ്ടായിരുന്നു. ശാരിക ആക്ച്വലി അങ്ങനെയല്ല പറഞ്ഞത്. ഇൻ്റർവ്യൂവിന് വരുന്ന ആൾക്കും അറിയാം ഞാൻ ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിക്കുക എന്നുള്ളത് അറിയാം, അതാണ് പറഞ്ഞത്. അനീഷ് കുറച്ച് അറ്റൻഷൻ സീക്കിങ് ആയതുകൊണ്ട് ഇങ്ങനെ ഓരോന്നിലും കയറി പിടിച്ച് ഓരോന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞിട്ടാണ് നെവിൻ അനീഷിൻ്റെ മുഖത്ത് ഇത് തേക്കുന്നത്. അടുത്തത് ആദിലയും നൂറയും കൂടിയാണ് വരുന്നത്. അവരൊരു കണ്ടസ്റ്റൻ്റ് ആണ്. അപ്പോൾ അനീഷിൻ്റെ മുഖത്താണ് അവർ തേക്കുന്നത്. അതിന് റീസൺ പറയുന്നത്, നൂറ രാവിലെ ഗുഡ് മോർണിംഗ് പറഞ്ഞിട്ട് അനീഷ് തിരിച്ചത് പറഞ്ഞില്ല. പിന്നെ മലയാളം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കി, എല്ലാവരോടും മിണ്ടാതെ നടന്നു. അങ്ങനെയുള്ള ഒരാൾ ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്നുള്ളതാണ് ആദിലേൻ്റെയും നൂറേൻ്റെ അഭിപ്രായം. അടുത്തത് RJ ബിൻസിയാണ്. ബിൻസിയും അനീഷിൻ്റെ മുഖത്താണ് ഷേവിംഗ് ഫോം തേക്കുന്നത്. അതിന് റീസൺ പറയുന്നത്, അനീഷ് വന്നപ്പോൾ തൊട്ട് ഞാനൊരു കോമണർ ആണെന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ ഒരു വേർതിരിവ് ഇവിടെ ഉണ്ടാക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ആവാൻ പാടില്ല. പിന്നെ ആ ക്യാപ്റ്റൻ ആവുന്ന ആൾ നമ്മുടെ പ്രശ്നങ്ങൾ അങ്ങോട്ട് കേൾക്കണം. ഇത് അനീഷ് വന്നപ്പോൾ തൊട്ട് അനീഷാണ് പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് എന്നൊക്കെയാണ് RJ ബിൻസി പറയുന്നത്. അടുത്തത് ജെസിലാണ് വരുന്നത്. ജെസിൽ വന്നിട്ട് രേണുവിൻ്റെ പേരാണ് പറയുന്നത്. ഇന്നലത്തെ ടാസ്കിൽ ആക്റ്റീവ് അല്ലാതെ ഇരുന്നു, ടാസ്ക് ചെയ്യാൻ ഒട്ടും ഇൻട്രസ്റ്റ് കാണിച്ചില്ല എന്ന് പറയുന്നു. അടുത്തത് സരിക വന്നിട്ടും അനീഷിൻ്റെ പേരാണ് പറയുന്നത്. ഈ കൺഫെഷൻ റൂമിലേക്ക് ആര് പോകണം എന്നുള്ളൊരു ഡിസ്കഷൻ വന്ന സമയത്ത് അനീഷ് മാത്രം അതിനൊരു എതിരഭിപ്രായം പറഞ്ഞു. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഓരോരുത്തരും വാശി പിടിച്ചു കഴിഞ്ഞാൽ ആർക്കും പോകാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് അനീഷിൻ്റെ മുഖത്ത് ഫോം തേക്കുന്നു. അടുത്തത് റെനയാണ്. റെന വന്നിട്ട് രഞ്ജിത്തിൻ്റെ പേരാണ് പറയുന്നത്. അതിൻ്റെ റീസൺ ആയിട്ട് പറയുന്നത്, ഏജ് ഡിസ്ക്രിമിനേഷൻ നടത്തുന്നു, ഇവിടെ പ്രായം നോക്കിയിട്ടല്ല എടുത്തത്, എല്ലാവരെയും ഈക്വൽ ആയിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ വേർതിരിവ് കാണിക്കുന്ന ഒരാൾ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ എനിക്ക് കിട്ടേണ്ട പരിഗണന കിട്ടില്ല എന്ന് തോന്നുന്നു. അതുകൊണ്ട് രഞ്ജിത്ത് ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് രഞ്ജിത്തിൻ്റെ മുഖത്ത് റെന ഷേവിംഗ് ഫോം തേക്കുന്നു. അടുത്തതായിട്ട് ശൈത്യ വരുന്നു. ശൈത്യ ആദിലേൻ്റെയും നൂറേൻ്റെ മുഖത്താണ് തേക്കുന്നത്. റീസൺ പറയുന്നത് അവർ രണ്ടുപേരും ഒട്ടും ആക്റ്റീവ് അല്ല എന്നുള്ളതാണ്. അനു ആണ് അടുത്തത് വരുന്നത്. അനുമോള് വന്നിട്ട് അനീഷിൻ്റെ മുഖത്താണ് തേക്കുന്നത്. രാവിലെ ആരോടും മിണ്ടാതെയൊക്കെ നടന്നു. അങ്ങനെ നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ പോലും ആൻസർ തരാത്ത ഒരാൾ ക്യാപ്റ്റൻ ആയിക്കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളതാണ് അനുവിൻ്റെ അഭിപ്രായം.
അപ്പോൾ ഇതിനിടയ്ക്ക് ഈ ഓരോരുത്തർ വരുമ്പോഴത്തേക്കിനും ഒരു അഡ്വാൻസ് ആയിട്ട് സോറി പറഞ്ഞിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഫോം തയ്ക്കാനൊക്കെ പോകുന്നത്. അപ്പോൾ ഇതിനിടയ്ക്ക് ശാരിക പറയുന്നുണ്ട്, ഇങ്ങനെ സോറി പറയേണ്ടതെന്ന് ആവശ്യമില്ല, ഇതൊരു ടാസ്ക്കാണ്, അതിന് ടാസ്ക്കായിട്ട് തന്നെ കണ്ട് ചെയ്താൽ മതി, അല്ലാതെ ഇങ്ങനെ സോറി പറയാനൊന്നും നിൽക്കണ്ട എന്നുള്ളത് പറയുന്നു. അപ്പോൾ ബിഗ് ബോസും അതിനെ ശരിവെക്കുന്നു. അടുത്തതായിട്ട് ബിൻസിയാണ് വരുന്നത്. ബിൻസി ശൈത്യൻ്റെ മുഖത്താണ് ഷേവിംഗ് ഫോം തേക്കുന്നത്. ഇന്നലെ നടന്ന ടാസ്ക് ഒട്ടും സീരിയസ് ആയിട്ട് എടുത്തില്ല. ബിൻസിൻ്റെ കയ്യിലായിരുന്നല്ലോ ഇന്നലെ ബാൻഡ് ഉണ്ടായിരുന്നത്. അത് കുറച്ചും കൂടി ഈസി ആയിട്ട് ശൈത്യയ്ക്ക് കൈക്കലാക്കാൻ പറ്റുമായിരുന്നു. എന്നിട്ട് പോലും ശൈത്യ അതിന് ശ്രമിച്ചില്ല എന്നുള്ളതാണ് ബിന്നിൻ്റെ അഭിപ്രായം. മാത്രമല്ല ഇന്ന് രാവിലെ നടന്നിട്ടുള്ള ഈ മേക്കപ്പ് പ്രോഡക്റ്റ് എടുക്കുന്ന പ്രശ്നം വന്നപ്പോഴും സ്വയം അതെടുത്ത് ഉപയോഗിച്ചിട്ടും കൂടെ മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യാൻ നോക്കി എന്നുള്ളതാണ് ബിന്നി ശൈത്യക്കെതിരെ പറയുന്ന കാര്യം. അടുത്തത് ശാരികയാണ് വരുന്നത്. ശാരിക വന്നിട്ട് അനീഷിൻ്റെ പേരാണ് പറയുന്നത്. ശാരിക വന്ന സമയത്ത് തന്നെ പറയുന്നത്, ഞങ്ങൾ തമ്മിലുള്ള കോൺവെർസേഷനെ കുറിച്ചൊന്നും ഞാനിവിടെ പറയുന്നില്ല. അപ്പം തന്നെ അനീഷും, ഇല്ല അത് പറയണം, അത് തന്നെ പറയണം, എല്ലാവരും കേൾക്കട്ടെ, അത് പറയൂ. ശാരിക പറയാണ്, ഞാൻ ചെയ്യുന്ന ഷോയെ വെച്ചിട്ട് ഞാൻ ഫേക്ക് ആണെന്ന് എങ്ങനെ പറയും? അതെൻ്റെ പ്രൊഫഷനാണ്, ആ പ്രൊഫഷൻ വെച്ചിട്ട് ഞാൻ ഫേക്ക് ആണെന്ന് എങ്ങനെ പറയും എന്ന് പറഞ്ഞിട്ട് ഇന്നലെ അവർ സംസാരിച്ച കാര്യങ്ങൾ പറയുന്നു. എന്നിട്ട് പറയുന്നു, എല്ലാവരെയും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും ഒരേപോലെ കേൾക്കണം. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറയുന്നത് പോലും കേൾക്കാൻ തയ്യാറല്ലാത്ത ഒരാൾ എങ്ങനെ ക്യാപ്റ്റൻ ആവും? അങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്നുള്ളതാണ് ശാരിക അനീഷിനെതിരെ പറയുന്നത്. അടുത്തത് ആര്യൻ വരുന്നു. ആര്യൻ വന്നിട്ട് ആദിലേൻ നൂറിൻ്റെയും കാര്യം പറയുന്നു. അപ്പം ഇന്നലെ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് എടുത്തതിൽ ആദ്യം റൂള് ബ്രേക്ക് ചെയ്തത് ആദിലയാണ്. അപ്പം അതുകൊണ്ട് ആദ്യം തന്നെ ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു റൂള് ബ്രേക്ക് ചെയ്തത് കൊണ്ട് അങ്ങനെ ഉള്ളൊരാൾ ക്യാപ്റ്റനായിട്ട് വരാൻ പാടില്ല എന്ന് പറയുന്നു. പിന്നീട് അപ്പാനി ശരത്ത് വരുന്നു. അപ്പാനി ശരത്ത് രേണുവിൻ്റെ മുഖത്താണ് ഷേവിംഗ് ഫോം തേക്കുന്നത്. റീസൺ പറയുന്നത് ഇന്നലത്തെ ടാസ്കിൽ 1% പോലും എഫേർട്ട് എടുത്തില്ല. അപ്പോൾ അങ്ങനെ ഒരു ആദ്യത്തെ ടാസ്കിൽ പോലും ഇത്രയൊരു ഇൻട്രസ്റ്റ് കാണിക്കാത്ത ഒരാൾ ആദ്യത്തെ ക്യാപ്റ്റൻ ആവാനുള്ള ഒരു യോഗ്യത ഇല്ലാത്ത ഒരാളാണ് എന്ന് പറയുന്നു. പിന്നീട് ഷാനവാസ് വരുന്നു. ഷാനവാസ് അനുവിനെയാണ് തേക്കുന്നത്. ഇന്ന് രാവിലെ വാമപ്പ് ചെയ്യാനായിട്ട് ഇങ്ങോട്ട് വന്ന് ഞാനും കൂടെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാതെ പോയി. അപ്പോൾ ഒരു കാര്യം ഏറ്റെടുത്തിട്ട് അത് ഫിനിഷ് ചെയ്യാതെ പോകുന്ന ഒരാൾ ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്നുള്ളത് പറയുന്നു. രഞ്ജിത്ത് വരുന്നു. രഞ്ജിത്തും അനീഷിൻ്റെ പേരാണ് പറയുന്നത്. റീസൺ പറയുന്നത്, ഒരു ക്യാപ്റ്റൻ എന്ന് പറയുമ്പോൾ എല്ലാവരെയും നല്ലൊരു ഡയറക്ഷനിലേക്ക് നയിക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. അനീഷ് പറയുന്ന ഉയർത്തുന്ന അല്ലെങ്കിൽ അനീഷ് ബഹളം ഉണ്ടാക്കുന്ന പല കാര്യങ്ങളിലും ഒരു നേര് കാണുന്നില്ല. ഇവിടെ ടാസ്ക് അപ്പാനി ശരത്ത് 2 പ്രാവശ്യം വായിച്ചു. എന്നിട്ട് പോലും അനീഷ് ആദ്യം ടാസ്ക് ചെയ്യാൻ വന്നപ്പോൾ തപ്പിത്തടഞ്ഞ് എന്ത് ചെയ്യണം ഏത് ചെയ്യണം എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ വന്നു. അപ്പോൾ അങ്ങനെ അതൊന്നും ശ്രദ്ധിക്കാതെ അടുത്ത ആരോട് എന്ത് ബഹളം വെക്കണം എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ആവാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് രഞ്ജിത്ത് അനീഷിൻ്റെ പേര് പറയുന്നു. പിന്നീട് വരുന്നത് രേണുവാണ്. രേണു വന്നിട്ട് റെനേൻ്റെ പേരാണ് പറയണത്. അപ്പോൾ ഇന്നലെ ടാസ്ക് നടന്നുകൊണ്ടിരുന്ന സമയത്ത് രേണുവും ശാരികയും കൂടെ ബിഗ് ബോസിനോട് പോയി പറയുന്നു, ഇത് അക്രമം കൂടുന്നുണ്ട്, ഇങ്ങനെ ആക്രമിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കംപ്ലയിൻറ്റ് ചെയ്യുന്നു. അങ്ങനെ ബിഗ് ബോസ് ആ ടാസ്ക് നിർത്തിവെക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവുന്നു. അപ്പോൾ ഇതിനിടയ്ക്ക് ഇവരിങ്ങനെ ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് റെന വന്നിട്ട് ഇവരോട് പറഞ്ഞു എന്ന്, ഇങ്ങനെ ബിഗ് ബോസിനോട് ഓരോന്ന് പറയാതെ വന്ന് ടാസ്ക് ചെയ്യാൻ നോക്കുമെന്ന് പറയുന്നു എന്ന്. അപ്പോൾ ഇങ്ങനെ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബോസിനോടൊന്നും പറയാനും പറ്റില്ല, അതിനൊക്കെ എതിരും നിൽക്കും. അപ്പം അങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ആവാൻ പാടില്ല എന്നുള്ളത് രേണു പറയുന്നു. അതിനുശേഷം അക്ബറാണ് വരുന്നത്. അക്ബർ വന്നിട്ട് അനുമോളുടെ പേര് പറയുന്നു. ഇന്നലത്തെ ടാസ്കിൽ അനുമോൾ പറഞ്ഞു എന്ന്, ആദ്യത്തെ ദിവസം തന്നെ നമ്മൾ ഇത്ര എനർജി ഒന്നും വേസ്റ്റ് ആക്കേണ്ട ആവശ്യമില്ല, 2-3 ദിവസം കഴിഞ്ഞിട്ട് നന്നായിട്ട് ആക്റ്റീവ് ആയാൽ മതി എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് അനുവിൻ്റെ വായിന്ന് വന്നു. അങ്ങനെ ബിഗ് ബോസിലുള്ളൊരു കണ്ടസ്റ്റൻറ്റ് പറയാൻ പാടില്ല, അതുകൊണ്ട് അക്ബർ അനുവിൻ്റെ പേര് പറയുന്നു. അടുത്തതായിട്ട് ഒണിയിലാണ് വരുന്നത്. ഒണിയിലും അനീഷിൻ്റെ പേരാണ് പറയുന്നത്. അനീഷ് വളരെ ജഡ്ജ്മെൻ്റലായിട്ട് പെരുമാറുന്നു, അതൊരു പുരോഗമന സമൂഹത്തിന് പറ്റിയതല്ല എന്ന് പറയുന്നു. അങ്ങനെ ഒരാൾ ക്യാപ്റ്റൻ ആവാൻ പാടില്ല. അങ്ങനെ ആ ടാസ്ക് അവിടെ അവസാനിക്കുന്നു. അപ്പോൾ ബിഗ് ബോസ് വിളിച്ച് പറയുന്നു, ഫോം ഒട്ടും കിട്ടാത്തവരൊക്കെ എഴുന്നേറ്റ് നിൽക്കാൻ പറയുന്നു. അതിനുശേഷം ചോദിക്കുന്നു, നിങ്ങൾ ടാസ്ക് ലെറ്ററൊക്കെ നന്നായിട്ട് വായിച്ചില്ലേ, എന്നിട്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊന്നും മനസ്സിലായില്ലേ എന്ന് ചോദിക്കുന്നു. ഇത് ബിഗ് ബോസ് അല്ലേ, ബിഗ് ബോസ് 7 അല്ലേ, 7ൻ്റെ പണിയല്ലേ, ആരാണ് ക്യാപ്റ്റൻ എന്നറിയാമോ? ഏറ്റവും കൂടുതൽ ഫോം ഏറ്റുവാങ്ങിയ ആളാണ് ആദ്യത്തെ ക്യാപ്റ്റൻ, അതായത് അനീഷ്. അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ ക്യാപ്റ്റനായിട്ട് അനീഷിനെ തിരഞ്ഞെടുത്തു. അനീഷിൻ്റെ അടുത്ത് ടീം ഡിവൈഡ് ചെയ്യാൻ പറയുന്നു. കിച്ചൺ, വെസല്, ഫ്ലോറ്, ബാത്റൂം. ഇങ്ങനെ കിച്ചണിലേക്ക് രഞ്ജിത്ത്, ഒണീൽ, സരിക, ബിന്നി ഇവരെ 4 പേരെ ഇടുന്നു. വെസലിലേക്ക് നവാസ്, ശാരിക, ശൈത്യ, ബിൻസി,
അഭിലാഷ്. ഫ്ലോറിലേക്ക് ജിസേൽ, നോറ, ആദില, രേണു, അനു. ബാത്റൂമിലേക്ക് അക്ബർ, ശരത്ത്, ആര്യൻ, നെവീൻ, റെന. അങ്ങനെ ടീമിനേക്ക് ഗംഭീരമായിട്ട് തിരിച്ച് എല്ലാവരും പിരിഞ്ഞു പോകുന്നു. ഇതാണ് ഇത്രയും നേരമായിട്ട് അവിടെ സംഭവിച്ചിട്ടുള്ളത്. അത്യാവശ്യം തരക്കേടില്ലാത്ത രീതിയിൽ ഒക്കെ കണ്ടന്റ് തരുന്ന ഒരു ഫസ്റ്റ് ഡേ എന്നുള്ള നിലയ്ക്ക് വലിയ മോശമില്ലാത്തൊരു ദിവസം എന്ന് പറയാം.